പണ്ടൊക്കെ മുളകും മല്ലിയും വറുത്ത് അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു മക്കള്. അപ്പൊ അതുകൊണ്ട് ഞാൻ മുളകും മല്ലിയും വറുത്ത് മുളകരക്കുന്ന കല്ല് അമ്മിക്കല്ലിൽ അരക്കിയാണ്. അപ്പൊ കാണാത്തവര് കാണുക, ഇതാണ് അമ്മിക്കല്ല്. ഇത് എന്താണ് കുഴവ എന്ന് പറയുന്ന സാധനം. ഇത് അമ്മിക്കല്ല്. ഇതിലാണ് ഇപ്പൊ നമ്മള് മുളക് അരച്ചിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോണത്. അതെ, ഇങ്ങനെ വെക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആട്ടാ. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അമ്മ തോർത്തും കൊണ്ട് തലയിൽ കൂടി ഇട്ടിരിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അരിപ്പൊടി, ജീരകം, മഞ്ഞള കൊത്ത മല്ലി, അമ്മി മേലിട്ടേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി അരച്ചോളെ. കലാപം മണിന്റെ പാട്ട്. അത് പച്ചമുളകിട്ട് പിന്നെ വലിയുള്ളിട്ട് വരകിയതിന് ശേഷം തക്കാളി ഇടും. അത് കഴിഞ്ഞ് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയുള്ളി ഇതെല്ലാം ചതച്ചത് കൂടി നല്ലോണം വതകിയിട്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. വറുത്തരച്ച് കല്ലിൽ അരച്ചതല്ലേ, അത് കാരണം ട്രൈ ചെയ്യും. ഇത് വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഉള്ളി, ചെറിയുള്ളിയും തക്കാളിയും വലിയുള്ളിയും എല്ലാം വതകിയതിന് ശേഷം ഇഞ്ചി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇത് ചിക്കൻ, നമ്മുടെ ചിക്കൻ മസാല ഇടുന്നു. അത് വിട്ട് ചിക്കൻ മസാല രണ്ടും വേണം. അത് തിരിച്ചത് കടിച്ചിട്ട് പൊട്ടിക്കണം അമ്മ. അമ്മന്റെ പല്ല് സ്ട്രോങ് ആണ്. ഒരു മല്ലി, മുളക് അരച്ചത്, കുരുമുളകും ജീരകം അരച്ചത്, തനിത്തനി അമ്മിയിൽ അരച്ചത് ഇടുകയാണ്. അമ്മിക്കല്ലിൽ അരച്ചതാണ് അതൊക്കെ. ഇപ്പൊ എല്ലാവരും മുളക് പൊടി അരയ്ക്കാൻ വയ്യ. അപ്പോഴുള്ളവർക്ക് അമ്മിക്കല്ലിൽ അരയ്ക്കാൻ വയ്യ. ഇപ്പോഴുള്ളവർക്ക് അരയ്ക്കാൻ വയ്യ. നിങ്ങൾക്ക് അരയ്ക്കാമല്ലോ. ഞങ്ങൾക്ക് അരയ്ക്കാൻ ഞങ്ങൾക്ക് വയ്ക്കണ്ട, വയസ്സായില്ല. 10-60 വയസ്സായി. പിന്നെ അരയ്ക്കാൻ വയ്ക്കുമോ? അതാ ചിക്കൻ കൊട്ടുന്നു. അത് വതകി ഇതാ കൊട്ടുന്നു. ആവശ്യത്തിന് ഉപ്പിടുക, മഞ്ഞപ്പൊടി എല്ലാം. ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ കറി എന്തായമ്മ? ചിക്കൻ കറി ഇറച്ചി ചുരുട്ടിക്കൊണ്ടേ ഇരിക്കണം. നന്നായി ചുരുട്ടി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് രൂപത്തിൽ ഇറക്കുക. അത്രയാണ്. നന്നായി ചുരുളണം. ചുരുട്ടാലേ വെള്ളമൊക്കെ പിടിച്ച് വരണ്ട് ചുരുട്ടി ആവുള്ളൂ. അപ്പൊ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സൂപ്പറായിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ടുണ്ട്. ദോശയും ചിക്കനും കൂടി കഴിക്കുമ്പോ നല്ല സൂപ്പർ. ചിക്കൻ കറി മുക്കി കഴിക്കുമ്പോ സൂപ്പറായിട്ടുണ്ട്.